കേരളത്തിൽ തുടർ ഭരണമുണ്ടാകുമോ അതോ ഭരണമാറ്റം വരുമോ? ജെൻസികളുടെ മനസ്സ് ആർക്കൊപ്പം എന്നറിയാം. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും ലക്ഷ്മി പ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരഞ്ഞെടുപ്പുകൾ ജെൻസി വോട്ട് ഏറെ നിർണായകമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ്. ഇവിടെയുള്ള ജെൻസി പിള്ളേർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ഇലക്ഷൻ ആവാറായില്ലേ, എന്താ തോന്നണേ? LDF വരണമെന്നാണോ UDF വരണമെന്നാണോ? LDF വരണം തന്നെയാണ്. വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പമല്ല ഇപ്പോഴത്തെ പെൻഷൻ ആണെങ്കിലും വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. എത്ര പെട്ടെന്നാണ് വീട് വെച്ച് കൊടുത്തത്? തറക്കല്ലിന്റെ കുഴി അവിടെ വനിതാ മുഖ്യമന്ത്രി എന്നൊരു പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരാളെ നമുക്ക് കൊണ്ടുവരാൻ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നില്ല. പക്ഷേ ഇവിടെയാണ് നമുക്ക് കുറേ പേര് വരാനുണ്ട്. ഇനി എങ്ങനെയൊക്കെ ആരൊക്കെ വന്നാലും KK ശൈലജ മാം വരണം തന്നെയാണ് അഭിപ്രായം. LDFനെ ഭരിക്കുകയാണെങ്കിൽ കേരളത്തിൽ നല്ല വികസനം ഉണ്ടാവും. ഉണ്ടാവും. ഇപ്പോൾ ഉള്ളതൊക്കെ തുടരും. പിന്നെ ഇപ്പോൾ ചെയ്ത് വെച്ച് പകുതിയായ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. LDFനെ തുടർന്ന കേരളത്തിൽ കൂടുതൽ വികസനം ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. UDF ഭരണത്തിലായിരിക്കുമ്പോൾ കുറേ സ്കൂളുകൾ പൂട്ടുന്നുള്ള നിലയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു സ്കൂളുകളും പൂട്ടുന്നതിന് പുറമെ തന്നെ എല്ലാം നല്ല നിലവാരത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വികസനങ്ങൾ നടക്കുന്നുണ്ട്, പാലങ്ങൾ വരുന്നുണ്ട്, റോഡുകൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. LDF ആണ്. കാരണം കുറേ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായല്ലോ, റോഡ്സ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ. അപ്പോൾ അവരെന്നെ തുടരട്ടെ. യൂത്തന്മാരായിട്ടുള്ള MLA വരുന്നതിന് എന്താ? രാഷ്ട്രീയം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് പിന്നെ യൂത്ത് ആവുന്ന സമയത്ത് നല്ല തന്നെയാണല്ലോ. പുതിയ ആൾക്കാർ വരട്ടെ, സമൂഹത്തിന് മാറ്റേണ്ടുന്ന രീതിയിലുള്ള യൂത്തന്മാർ വരട്ടെ. ഇലക്ഷൻ അല്ലേ, ഭരണ തുടർച്ച വേണമെന്നാണോ അതോ ഭരണ മാറ്റം വേണോ? നല്ല മികച്ച എന്താ പറയാ വികസനമാണല്ലോ കേരളത്തിലുള്ള. 10 വർഷമായില്ലേ ഒരേ ഭരണം നടക്കുന്നത്. ഒരു രാജഭരണമാതിരി ആവാണ്ട് മാറി വരണം എന്നുള്ളൊരു ആളാണ് ഞാൻ. ഒരു മാറ്റം, ഒരാളിപ്പോൾ LDF വന്ന് അടുത്ത പ്രാവശ്യവും കോൺഗ്രസ്സിന് കൊടുത്ത്, അങ്ങനെ അടുത്ത പ്രാവശ്യം BJP കൊടുത്ത്, അങ്ങനെ ഒരു മാറ്റം വന്നാലേ എന്തെങ്കിലും കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്താ പറയുക കിട്ടുള്ളൂ. ഭരണം അടിപൊളിയാണ്. LDF തന്നെയാണ് തുടർച്ചയായിട്ട് വരണം തന്നെയാണ് ആഗ്രഹം. നല്ല മുഖ്യമന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അടിപൊളിയാണ്. ഒരു 5 വർഷ കാലയളവിന് ശേഷം വീണ്ടും ഒരു 5 വർഷക്കാലം അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഈ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പോകാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. ഭരണ തുടർച്ച വേണം തന്നെയാണ്. കാരണം ഇത്രയധികം മാറ്റങ്ങൾ ഇപ്പോൾ ഏത് സെക്ടർ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. 2 പ്രാവശ്യം വരി ഇരട്ടം മാറി വെക്കട്ടെ. ഈ ഭരണം ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട് ഫ്ലോപ്പാന്നൊക്കെ. ഇനിയിപ്പോൾ അടുത്ത BJPയിൽ ആരാലും ഭരിച്ചു നോക്കട്ടെ. ഇനി പുതിയ ഭരണം അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഭരണമാറ്റം വരണം തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ UDF സർക്കാർ വരട്ടെ. നമ്മൾ ഭരണമാറ്റം ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നത് ഈ ഭരണം തന്നെയാണല്ലോ. അപ്പോൾ ഇനി പുതിയ ഭരണം വന്നാൽ അതെങ്ങനെയാണെന്ന് കാണാൻ ആഗ്രഹം. ഭരണ തുടർച്ചയ്ക്കപ്പുറം മുന്നണികൾ മാറി മാറി ഭരിക്കണമെന്നാണ് ഈ ക്യാമ്പസിന്റെ അഭിപ്രായം. ഇനി നമുക്ക് മറ്റൊരു കലാലയത്തിൽ നിന്ന് വീണ്ടും കാണാം.